നമസ്കാരം, എൻ്റെ പേര് അൻഷാദ്. ഞാൻ രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് വീണ്ടും ഈ വീഡിയോ ചെയ്യുന്നത്. രേണു ഒന്ന് ഹോസ്പിറ്റലായിരുന്നു. രേണുവിന് ക്യാൻസറാണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷേ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് ക്യാൻസറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യത്തിനായിരുന്നില്ല. രേണു ഒന്ന് രാവിലെ കയറി ഒന്ന് തൂങ്ങിയായിരുന്നു ഫാനിൽ. അപ്പം രേണുവിൻ്റെ ചേച്ചിയുടെ ഭർത്താവ് ലിബു കണ്ടുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടുള്ളത്. അല്ലെങ്കിൽ ഇന്ന് ഈ നേരത്തെ ആ കൊച്ചിനെ പെട്ടിയിൽ വയ്ക്കായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞതാണ് ഏറ്റവും കൗതുകകരമായിട്ട് എനിക്ക് തോന്നിയത്. ഇവളുടെ മൂത്ത മകനെന്ന് അവകാശപ്പെടുന്ന ഒരു പരനാറിയുണ്ട്, അവനെ അങ്ങനെ തന്നെ വിളിക്കണം, വേറെ നാറിയാണ്. അവൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു. അത് കണ്ടിട്ടുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടുകൊണ്ടാണ് അത്ര അവൾ തൂങ്ങിയത്. ഞാൻ നമ്മളെ കുറേ ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിരുന്നും പറഞ്ഞ പോലും നമ്മൾ ഈ ഒരു അസുഖത്തിൽ നിൽക്കുന്ന ഒരാളാണ്. മാനസികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആകെ തകർന്നു പോകും. എന്നിരുന്നാൽ പോലും ഞാൻ പറയുള്ളൂ, ഈ കിച്ചു എന്ന് പറയുന്ന ഒരുത്തൻ, അവനെ എന്താ പറയുക, കുറേ സോഷ്യൽ മീഡിയയിൽ കുറേ ആൾക്കാരും കുറച്ച് അമ്മച്ചിമാരും എല്ലാം സ്വന്തം മകനായിട്ട് കേരളത്തിൻ്റെ ദത്തുപുത്രനായിട്ടൊക്കെ കൊണ്ടുനടക്കുന്നത്. ഈ നാറിയൊന്നും അങ്ങനെ മോനല്ല, അവനൊന്നും അങ്ങനെ കൊണ്ടുനടക്കില്ല. രേണു പറയാതെ പറഞ്ഞു പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ പറഞ്ഞത് 2 വയസ്സ് വരെ അവന് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുള്ളൂ, പെറ്റമ്മയുടെ സ്നേഹം കിട്ടും. പെറ്റമ്മയുടെ സ്നേഹം കിട്ടണമെങ്കിൽ അതിനൊരു ക്വാളിറ്റി വേണം. പെറ്റമ്മ പോയത് പോട്ടെ, പോറ്റമ്മ വന്നല്ലോ. സ്വന്തം അമ്മയെ സ്വന്തം അമ്മയായിട്ട് കാണാനായിട്ട് പഠിക്കണം, ശരിയല്ലേ? അമ്മയെ അമ്മയായിട്ട് കാണണം, എങ്കിലേ അമ്മയുടെ സ്നേഹം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അമ്മയുടെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഈ തലച്ചുമടിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവനെ കല്ലെറിയും. ഇതൊക്കെ വെറുതെ വന്നിട്ട് രേണുവിനെ വെളുപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. കിച്ചു മോനെ, നീ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണും സുധി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമല്ല. അവളെ വളഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ആക്രമിച്ചു കഴിഞ്ഞിട്ട് ആ പെണ്ണിനെ ഇന്ന് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആ പെണ്ണ് ഇന്ന് രാവിലെ തൂങ്ങിക്കിടക്കായിരുന്നു. അവിടുന്ന് ലിബു എന്ന് പറയുന്ന രമേശിയുടെ ഭർത്താവാണ് അവളെ അഴിച്ച് ഹോസ്പിറ്റലിൽ ഇറക്കം കൊണ്ടുപോയിട്ടുള്ളത്. നീ കാണിക്കുന്നത് ഭയങ്കര മോശമാണ്. നിനക്ക് അമ്മയെ കാണാൻ പറഞ്ഞത് നീ വീട്ടിലേക്കല്ലായിരുന്നു വരേണ്ടത്. അമ്മ ഹോസ്പിറ്റലാണെന്ന് അറിയാലോ. നീ പിന്നെ അവിടെ വന്ന് കുത്തി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? നീ അവിടെ വരുമായിരുന്നുണ്ടെങ്കിൽ ശരിയാണ്, ഐസിയുവിനകത്തോട്ട് ആരെ കാണിക്കില്ല, കയറ്റിയല്ല. സീമാജി നായരടക്കമുള്ള ആൾക്കാർ അവിടെ വന്നു. പക്ഷെ അവർ വേറൊരു സൈഡിൽ കൂടെ പോയിട്ട് അവളെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. കിച്ചു ആണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്ക് സൈഡിൽ കൂടെ ആണെങ്കിലും നിനക്ക് അമ്മയെ വന്ന് കണ്ടുപോകാമായിരുന്നു. നീ അമ്മയെ കാണാൻ പോയി ആരും കാണിച്ചില്ല എന്നുള്ളൊരു വർത്തമാനമൊന്നും പറയണ്ട. വേറെ നാറിയമാണ്. ഉള്ള കാര്യം ഞാൻ പറയില്ല. ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കില്ല കേട്ടോ, ഒരു കാരണവശാലും. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇവനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത്. ഇവൻ വേറെ നാറിയ. ഇവൻ എന്താ പറയുക, ഇവൻ പൈപ്പ് വെള്ളം കുടിക്കൂല, കിണർ വെള്ളം കുടിക്കൂല. ഇവൻ ഫാസ്റ്റ് ഫുഡ് മാത്രമേ ഇവൻ ഇറങ്ങുള്ളൂ. ഈ രേണു സുധി ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ഇവൻ ഓരോ കടകളിൽ പോയിട്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം ഇവൻ പൈസ കൊടുക്കാനായിട്ട് പൈസ ഇല്ലാണ്ട് അപ്പോൾ രമ്യ ചേച്ചിനെയും ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിട്ട് ഞാൻ തന്നെ എത്രയോ പൈസ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് അറിയും. എനിക്ക് നാറിയ നേരിട്ട് പരിചയമില്ല, എനിക്ക് ഇവനെ പരിചയപ്പെടാനായിട്ട് താല്പര്യമില്ല. ഇങ്ങനെ നാറിയ മക്കളൊന്നും പരിചയപ്പെട്ട് ഒരു കാര്യമില്ല. ഇവനെ സത്യസന്ധമായിട്ട് ഞാൻ പറയും, സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരോടും ഞാൻ പറയും, ഇവനെ ഒരിക്കലും എന്താ പറയുക, സുധി എന്ന് പറയുന്ന മനുഷ്യനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇവൻ അങ്ങനെ ഒരു മോനല്ല. ഇവനെ കൂടെ ചേർത്ത് പിടിക്കേണ്ട ഒരു മുതലുമല്ല. അതിപ്പോൾ രേണുവിനെതിരെ ഇന്നലെ ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ മാത്രം പറയുന്നതല്ല. ഇപ്പം സോഷ്യൽ മീഡിയയിലെ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കിച്ചു സുധിയാണെന്ന്. അതായത് കൊല്ലം സുധിയുടെ മകൻ രേണുസുധിയാണെന്നാണ് എല്ലാവരുടെയും ധാരണ. എന്നാൽ അങ്ങനെയല്ല. ആ പാവം പയ്യനെ സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ് രേണുസുധിയുടെ ആൾക്കാർ, ചുറ്റുമുള്ളവർ. ഇപ്പോൾ ഒരു ഫ്രണ്ടാണ്, എല്ലാമാണ് രേണുസുധിയുടെ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വന്നിട്ടുണ്ട്, ഒരു അൻഷാദ് പാല. അപ്പോൾ അയാൾ കിച്ചുവിനെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. രേണുസുധി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു, ഹോസ്പിറ്റലിലാണെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, രേണുസുധി കീമോ ഒക്കെ ചെയ്തിട്ട് എഴുന്നേക്കാൻ പോലും വയ്യാതെ കിടക്കുകയാണെന്നാണ് അവരിട്ട വീഡിയോസിനകത്ത് അവർ പറഞ്ഞത്. എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരാൾ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. ആത്മഹത്യ ചെയ്യാനായിട്ട് എന്തായാലും രേണുസുധിയുടെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്രയും ഹൈറ്റ് ഉള്ള ഒരാൾ എങ്ങനെയാണ് ഫാനിൽ ഇത് ചെയ്യുക? ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പോൾ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ പണ്ട് മുതലേ ഇവർ മിടിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ആൾക്കാരെ വെച്ചിട്ട് കിച്ചുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. കിച്ചു ഇവർക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അതാണ് പ്രധാന കാരണം. കിച്ചു അങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം, കിച്ചുവിനെ സോഷ്യൽ മീഡിയയിൽ അമ്മയെ കാണാൻ പോകുന്നില്ലേ, അമ്മ ഇത്രയും നാളും എടുത്തു വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, നന്ദിയില്ലാത്ത ചെക്കൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ വീഡിയോസും കമൻസും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ കുട്ടി അങ്ങനെ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കങ്ങനെയാണ് മനസ്സിലായത്. എന്തായാലും സോഷ്യൽ മീഡിയയിൽ സ്വന്തം പെറ്റമ്മ ആകണം എന്നില്ല, അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ളൊരു വീഡിയോ അവർ ചെയ്യുമ്പോൾ ആ കൊച്ചിനെ
എത്രമാത്രം എഫക്റ്റ് ചെയ്യും. ഇപ്പം കിച്ചു ഇപ്പോഴാണല്ലോ പ്രതികരിച്ചത്. അപ്പോൾ ആ വീഡിയോ ഇട്ട അന്ന് തന്നെ കിച്ചു ഇവർക്ക് അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടും കിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കാണുന്ന നമുക്ക് ഒരിക്കലും കിച്ചുവിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് തന്നെ കിച്ചു എതിർത്തായിരുന്നു. എന്നിട്ടും കിച്ചുവിൻ്റെ വാക്ക് കേൾക്കാതെയാണ് അവർ ഈ സബ്സ്ക്രിപ്ഷനിലൂടെ ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ടും ഈ കിച്ചു എന്ന് പറയുന്ന ആൾ മൂന്നാം അമ്മയിൽ നിന്നും അകന്നു. സ്വാഭാവികം. അത് മനസ്സിലാക്കാതെ നന്ദിയില്ലാത്ത ചെക്കൻ നിന്നെ ഇത്രത്തോളം വളർത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ കൊച്ചിനെ ക്രൂശിച്ചപ്പോൾ അവൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അതിന് പോലും അവനെ ഇത്രയധികം ക്രൂശിക്കാനായിട്ട് രേണുസുതി ഓൾറെഡി ഒരു വീഡിയോ ഇട്ട്. പിന്നെ ഭീഷണി രേണുസുതി ഇട്ടിരിക്കുന്നത് ഭീഷണിയാണ്. ഈ ഭീഷണി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സ്വന്തം മകനെ, നമ്മൾ മകനായിട്ട് കാണുന്ന ഒരാളെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഇതുപോലെ നമ്മൾ വലിച്ചു കീറാനായിട്ട് ഇട്ട് കൊടുക്കുമോ? സ്നേഹമുള്ള ഒരാളും പെറ്റമ്മയല്ല പോറ്റമ്മയും ചെയ്യില്ല. അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ അവനെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇവരങ്ങനെയല്ല ചെയ്തത്. കിച്ചു നീ നിർത്തിക്കോ, എന്നെ കൊണ്ട് ഇനി ഒരു വീഡിയോ ചെയ്യിപ്പിക്കരുത്. അതിൽ തന്നെ ഒരു വലിയ ഭീഷണി ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ആ കുട്ടീനെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ഈ പറയുന്ന സ്ത്രീ. ഞാൻ ഇവർക്കെതിരെ ഒന്നും പറയുന്നില്ല, കാരണം അവർ സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ ആ അവസ്ഥയിൽ പോലും തൻ്റെ ഭർത്താവിൻ്റെ ആദ്യ ബന്ധത്തിലുള്ള മകനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കുന്ന അവരെ നമ്മൾ എന്ത് പറയാനാണ്? നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ ചെയ്യുന്നതിൻ്റെ പാപത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിച്ചിരിക്കും. അത് നമ്മൾ ദൈവത്തിൻ്റെ കോടതിയിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഇവിടെ നമുക്ക് ആരുടെ മുന്നിലും പുകമറ സൃഷ്ടിക്കാം, എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ കോടതിയിൽ അത് പറ്റത്തില്ല. ഇപ്പം തന്നെ കിച്ചുവിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അൻഷാദ് പാല അവൻ ഇട്ടിരിക്കുന്ന വീഡിയോ, ഇവനോട് എനിക്ക് പറയാനുള്ള നാണമുണ്ടോടാ നിനക്ക്? നിനക്കൊക്കെ അവളെ സപ്പോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, നിൻ്റെയൊക്കെ സുഹൃത്താണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തോളും. അതിൻ്റെ പേരിൽ ഈ സുധിയുടെ മേൽവിലാസത്തിലാണ് അവർ ഈ സോഷ്യൽ മീഡിയയിൽ വന്നതും ഇന്ന് നിലനിൽക്കുന്നതും. അതേ സുധിയുടെ മകനെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊല്ലാക്കൊല്ല ചെയ്യല്ലേ? ആ കൊച്ചിന് നാളെ ഒരു ഭാവിയുള്ളതാണ്. അതുമാത്രമല്ല, KB ശാരികയും വന്നിട്ടുണ്ട് കിച്ചുവിനെതിരെ പറയാനായിട്ട്, വെല്ലുവിളിക്കാനായിട്ട്. രേണുവിന്റെ മകനല്ല, സോറി ക്ഷമിക്കണം കേട്ടോ, എനിക്കൊരു തെറ്റ് പറ്റി. റാണുവിന്റെ മകനല്ല, സുധിയുടെ മാത്രം മകനായ രാഹുൽ ദാസ് എന്നറിയപ്പെടുന്ന കിച്ച കാണാൻ ചെന്നില്ല. രേണു അമ്മയെ അവൻ വെറുക്കാനുള്ള കാരണം ഇതാണ്. എന്ത് സബ്സ്ക്രിപ്ഷൻ? രേണുസുതി സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടാണ് എൻ്റെ അമ്മ സബ്സ്ക്രിപ്ഷനിലൂടെ ചുണ്ട് കടിച്ച് കാണിച്ചു, മലന്ന് കിടന്ന് കാണിച്ചു, കമന്ന് കിടന്ന് കാണിച്ചു. ഇതൊക്കെ കൊണ്ടാണ് അവൻ രേണു അമ്മയെ വെറുത്തത്. ഞാനൊന്ന് ചോദിക്കട്ടെടാ കിച്ചു, ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അച്ഛൻ സുധി മരിച്ചപ്പോൾ ഈ രേണു പണിക്ക് ഇറങ്ങി ആൽബത്തിൽ അഭിനയിക്കാൻ. അന്ന് അവളുടെ അഭിനയത്തെ ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്നും ആരും കുറെ പേരധികം അംഗീകരിച്ചിട്ടില്ല. കോപ്രായം, അതാണ് അതിന് അവൾക്ക് കിട്ടിയ വേർഡ്. ആ കോപ്രായങ്ങൾ അവളുടെ വിജയകിരീടമായിട്ട് എടുത്ത് ചൂടുകയും അവളെ ഇഷ്ടപ്പെടാത്തവരെ കൊണ്ട് അവളെ വൈറലാക്കുകയും ചെയ്ത് മിടുപിടിക്കുകയാണ് രേണുസുതി. അതിനകത്ത് നമ്മൾ കാശുണ്ടാക്കി. ആ കാശിന്റെ അങ്ങനെ ചുണ്ട് കടിച്ചും കോപ്രായം കാണിച്ചു എന്നൊക്കെ നീ പറയുന്ന ആ എക്സ്പ്രഷൻസ് കാണിച്ചിട്ട് തന്നെയാടാ അവൾ ആൽബങ്ങളിൽ അഭിനയിച്ചും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കിയും കാശുണ്ടാക്കിയത്. ആ കാശിന്റെ ഒരു പങ്ക് വാങ്ങിച്ച് തിന്നിട്ട് നിനക്ക് നാണം ഉണ്ടോ കിച്ചു ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയാനായിട്ട്? ഞാൻ സാക്ഷിയാണ് രാഹുൽ ദാസ്, ഞാൻ സാക്ഷിയാണ്. ബിഗ് ബോസിന്റെ സമയത്ത് രേണുസുതി എന്നെ നിനക്ക് അയച്ചിരുന്ന പൈസയുടെ സ്ക്രീൻഷോട്ടുകൾ കാണിച്ചിട്ടുണ്ട്. ഇത് രേണു പറയേണ്ടതാ, പക്ഷെ അവളത് പറഞ്ഞില്ല. അവൾക്ക് ആത്മാഭിമാനമുണ്ട്. പക്ഷെ ഞാൻ പറയും, കാരണം എന്നെ കാണിച്ചിട്ടുണ്ട് അവള്. ഞാൻ ഇരിക്കുമ്പോൾ എന്റെ മുമ്പിൽ നീ പലവട്ടം അവളെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അവൾ തലേക്ക് വെച്ച് എന്റെ പൊന്നു ശാരി കാശിനാടി കിടന്ന് വിളിക്കുന്നത് 1, 2, 100, 500 അല്ല അന്ന് രാഹുൽ ദാസിന് വേണ്ടിയിരുന്നത്. 2000, 3000, 4000, 5000 ആ കണക്കേ ഉള്ളൂ. ഇതെല്ലാം അവര് നിനക്ക് കൃത്യമായിട്ട് GPay ചെയ്ത് തന്നു. അവര് വളർത്തിയ മകനെന്നുള്ള ആ ഒരു അനുകമ്പ കൊണ്ട് അതെല്ലാം വാങ്ങിച്ച് തിന്നിട്ട് ഇപ്പൊ അവളുടെ സബ്സ്ക്രിപ്ഷൻ കാരണം നിനക്ക് അവളെ താല്പര്യമില്ല, വെറുത്തുപോയി. നാണം ഉണ്ടോടാ നിനക്ക്? അപ്പം ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കൊല്ലം സുധിയുടെ മകനാണ് കിച്ചു. കൊല്ലം സുധിയെ സ്നേഹിക്കുന്നവർ കിച്ചുവിനൊപ്പം നിൽക്കും. പിന്നെ കിച്ചുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പല തെറ്റുകളും പറ്റാതിരിക്കാൻ അങ്ങ് പുണ്യാത്മാവൊന്നും അല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള തെറ്റുകൾ പറ്റുമ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് ഓരോ രക്ഷകർത്താക്കളുടെയും കടമയാണ്. അപ്പോൾ അവന് അങ്ങനെ ഒരു രക്ഷകർത്താവ് ഇല്ലാതെ പോയി. അതാണ് ആ കുട്ടിക്ക് പറ്റിയ ഒരു മിസ്റ്റേക്ക്, ആ കുട്ടിക്ക് പറ്റിയ ഒരു വീഴ്ച. അതിൻ്റെ ചെറുപ്പത്തിൽ പറ്റിയ തെറ്റുകൾ പറഞ്ഞിട്ട് അതിനെ ഭീഷണിപ്പെടുത്തി മുൾമുനയെ നിർത്തി ഇല്ലാതാക്കാമെന്ന് നീ ഒന്നും വിചാരിക്കേണ്ട. കൊല്ലം സുധിയെ സ്നേഹിക്കുന്നവർ കിച്ചുവിനൊപ്പമുണ്ട്, കൊല്ലം സുധിയുടെ ആത്മാവും കിച്ചുവിനൊപ്പമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.